കോടനാട് ആനപരിപാലന കേന്ദ്രം അഥവാ അഭയാരണ്യം അല്ലെങ്കിൽ കപ്രിക്കാട് മിനി സൂ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ കാട്ടാന പരിശീലന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു 1895 ആരംഭിച്ച കോടനാട് ആനപരിപാലന കേന്ദ്രം. 1950ഓടെ ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ആന കേന്ദ്രങ്ങളിൽ ഒന്നായി മാറി. കാലക്രമേണ മറ്റ് മൃഗങ്ങളും പക്ഷികളും ഉൾപ്പെടുത്തി ഇത് മിനി സൂ ആക്കി മാറ്റി. 1977 ഇന്ത്യൻ സർക്കാർ ആനവേട്ട നിരോധിച്ചപ്പോൾ പരിക്കേറ്റതോ കൂട്ടം തെറ്റിയതോ ആയി കാട്ടിൽ നിന്നും രക്ഷപ്പെട്ട ആനകൾക്കുള്ള പുനരധിവാസ കേന്ദ്രമായി. മൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ മൃഗങ്ങളെയും ക്രമേണ 125 ഹെക്ടർ വിസ്തൃതിയുള്ള അഭയാരണ്യം എന്ന മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. 2011 സ്ഥാപിച്ച ഈ മിനി സൂ കേരള സർക്കാരിൻ്റെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ കീഴിൽ എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിലെ കപ്രിക്കാട് ഗ്രാമത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ 7 ആനകളും 300-ലധികം മാനുകളും അടങ്ങുന്ന ആവാസ കേന്ദ്രമാണിത്. മൃഗാശുപത്രി, മോർച്ചറി, ജലവിതരണ പ്ലാന്റ് എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടെ 200 ഏക്കർ വിസ്തൃതിയുള്ള തുറന്ന സ്ഥലത്ത് മൃഗങ്ങളെ ശരിയായി വേലികൾ സ്ഥാപിച്ച് പാർപ്പിച്ചിരിക്കുന്നു. അഭയാരണ്യത്തിൽ പ്രതിവർഷം 1.5 ലക്ഷത്തോളം പേർ ഈ സൂ വിസിറ്റ് ചെയ്യുന്നു എന്നാണ് ഏകദേശ കണക്ക്. 1895 മലയാറ്റൂർ വനമേഖലയിൽ ആനവേട്ടയും പരിശീലനവും ആരംഭിച്ചു. തിരുവിതാംകൂർ സർക്കാർ കാട്ടിൽ പിടികൂടുന്ന ആനകളെ പരിശീലിപ്പിക്കാൻ തീരുമാനിച്ച അതേ വർഷം തന്നെ പെരിയാറിൻ്റെ തീരത്ത് കോടനാട് ആനപരിശീലന കേന്ദ്രം ആരംഭിച്ചു. മൂന്നാറിനും കൊച്ചിക്കും ഇടയിൽ പെരിയാറിൻ്റെ തീരത്ത് സമൃദ്ധമായ പച്ചപ്പിനും ശാന്തമായ ചുറ്റുപാടുകൾക്കുമിടയിൽ ഈ ഗാംഭീര്യമുള്ള ജീവികളുമായി ഇടപഴകാൻ സന്ദർശകർക്ക് അവസരമുണ്ട്. കൂടാതെ ഔഷധസസ്യങ്ങൾ, രക്തചന്ദന മരങ്ങളുടെ വൻനിര, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻമരങ്ങൾ, മുളങ്കാടുകൾ എന്നിവ ഉൾപ്പെടുന്ന പ്രകൃതി മനോഹരമായ കാഴ്ചകളും സഞ്ചാരികളെ ആകർഷിക്കുന്നു. പെരിയാറിൻ്റെ തീരത്ത് ആസ്വദിക്കാനും വിശ്രമിക്കാനും ഒരു മിനി ഇക്കോ പാർക്കും ഉണ്ട്. പെരിയാറിൻ്റെ തീരത്ത് അതിവിശാലമായ ഭൂപ്രദേശം. ആനകളെ കൂടാതെ വിവിധതരം മാനുകളും ഇവിടെ വസിക്കുന്നു. വെള്ളവും ആഹാരവും യഥേഷ്ടം ലഭ്യത. പല സാഹചര്യങ്ങളാൽ കോടനാട് എത്തിച്ച വിവിധ പ്രായത്തിലുള്ള ആനകൾ ഇവിടെയുണ്ട്. അന്തേവാസികളിൽ പ്രമുഖൻ ഒരു കാലത്ത് മണ്ണാർക്കാടിനെ വിറപ്പിച്ച 46-കാരൻ പീലാണ്ടി ചന്ദ്രു. പരിചരണവും പരിലാളനവും ഒപ്പം പരിശീലനവും കൊണ്ട് അവനും മറ്റുള്ളവരെ പോലെയായി വരുന്നു. ഹരിപ്രസാദ് 55 വയസ്സ്. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇടഞ്ഞ ഹരിപ്രസാദിനെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്യാമ്പിലെത്തിച്ചു. ശാന്ത സ്വഭാവമാണെങ്കിലും അല്പം പേടിയുള്ള കൂട്ടത്തിലാണ്. ആശ 2005 2 വയസ്സുള്ളപ്പോൾ കാലടിയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ് കിടന്ന ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തി പരിശീലന കേന്ദ്രത്തിലെത്തിച്ചു. പൊതുവെ ശാന്ത സ്വഭാവക്കാരി. അഞ്ജലി 2007 1.5 വയസ്സുള്ളപ്പോൾ കോട്ടപ്പാറ ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ് ദേഹമാസകലം മുറിവുകളുമായി ക്യാമ്പിലെത്തി. ശാന്ത സ്വഭാവക്കാരി. പാർവതി 2006 6 മാസം പ്രായമുള്ളപ്പോൾ കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ ഒഴുക്കിൽപ്പെട്ട് ദേഹമാസകലം മുറിവുകളോടെ ക്യാമ്പിലെത്തി. ശാന്ത സ്വഭാവക്കാരിയാണ്. അഭിമന്യു 55 വയസ്സ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 2023 ക്യാമ്പിലെത്തി.
സുനിത 19-ാം വയസ്സിൽ ഗർഭിണിയായിരിക്കെ മുത്തങ്ങ ആന ക്യാമ്പിൽ നിന്നും കോടനാടെത്തി. ശാന്തസ്വഭാവക്കാരി.